കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. സംഭവത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, ആ ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. നമുക്കിനി വാർത്തയിലേക്ക് കടക്കാം. ഈ ഒരു ഗ്രൂപ്പിൽ സംഘം 57 എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഈ ഒരു 2 സ്കൂളുകൾ മാത്രമല്ല, മറ്റ് സ്കൂളിലെ കുട്ടികൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്കൂളിലെ കുട്ടികളും കൂടി ഈ ഒരു ഗ്രൂപ്പിലുണ്ട് എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആസൂത്രണങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ കുട്ടികളും ഈ വിദ്യാർത്ഥികളും കൂടി ഇതിൻ്റെ ഭാഗമാകുന്നൊരു പ്രക്രിയ കൂടിയുണ്ട്. അപ്പോൾ കൂടുതൽ വ്യാപിപ്പിക്കേണ്ട കാര്യം അത്യാവശ്യമാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിൽ, അല്ലേ? തീർച്ചയായും കാളിദാസ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ വീട്ടുകാരുടെ ഒരു ദുഃഖം അത് കണ്ടു നിൽക്കുന്നവരുടെ പോലും ഉള്ളുലയ്ക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ്. അത് ഒരിക്കൽ പോലും വീട്ടുകാർ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടന്നത്. വീട്ടിലേക്ക് മകൻ വരുമ്പോൾ മകൻ എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഒരു മറുപടിയും വീട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല. പിന്നീട് സുഹൃത്തുക്കൾ പറഞ്ഞാണ് അറിയുന്നത് അടിപിടി ഉണ്ടായിട്ടുണ്ട്, അതിലാണ് ബോധം പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. വീട്ടുകാർ വിചാരിക്കുന്നത് ചെറിയ എന്തോ പ്രശ്നമാണ് എന്നുള്ളതായിരുന്നു. പക്ഷെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു കാര്യങ്ങളിലേക്ക് പോകുമെന്ന് വിചാരിച്ചില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കളടക്കം പറയുന്നുണ്ടായിരുന്നു, ഈ എവിടെ പോകുമ്പോഴും ഞങ്ങളെ വിളിക്കാറുള്ളതാണ്, പക്ഷെ കഴിഞ്ഞ ദിവസം മാത്രം വിളിച്ചില്ല തുടങ്ങിയ രീതിയിൽ കാണുന്ന ആളുകളെ പോലും വലിയ ദുഃഖത്തിൽ ആഴ്ത്തുന്ന രീതിയിലായിരുന്നു സുഹൃത്തുക്കളാവട്ടെ, കുടുംബാംഗങ്ങളാവട്ടെ, അല്ലെങ്കിൽ മറ്റ് ഈ നാട്ടുകാർക്കെല്ലാം വലിയ നല്ല രീതിയിലൊരു അഭിപ്രായം തന്നെയായിരുന്നു ഷാബാസിനെ കുറിച്ച് എന്നുള്ളതാണ്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ 5 പേര് മാത്രം ആളുകൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ കുടുംബം ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വിദ്യാർത്ഥികളെ മാത്രമല്ല, ഈ 5 പേരുടെ കയ്യിലും ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിതാവ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയുധം എവിടെ നിന്നാണ് ഈ വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ 5 പേർക്കും ഒരിക്കലും ഇവരെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. കാരണം ആ രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രാഥമിക റിപ്പോർട്ടിൽ, പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ വരെ വന്നിരിക്കുന്നത് ഷഹബാസിന്റെ തലയോട്ടി പുറത്തേക്ക്, അതായത് തലയോട്ടി പുറത്തു വന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ ഒരു കുറ്റകൃത്യം നടത്തണമെന്നുണ്ടെങ്കിൽ അതും പുറത്തേക്കൊരു അപകടം പോലും, അതായത് ഒരു ചോര വരുന്നത് പോലുള്ള ഒരു തരത്തിലുള്ള ഒരു കാര്യവും ഇല്ലാതിരുന്നത് ഉള്ളിലേക്ക് മാത്രം ഇത്രത് വലിയൊരു ആഘാതം ഉണ്ടാക്കാൻ കഴിഞ്ഞ രീതിയിലാണ് ഈ ഒരു 5 പേരും കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിൽ ഒരു വലിയൊരു കുറ്റകൃത്യം ചെയ്യാനും അതുപോലെ തന്നെ നിയമവശങ്ങളടക്കം വിദ്യാർത്ഥികൾ പറയാൻ, അതായത് ഈ കൂട്ടത്തല്ലിൽ മരിച്ചാൽ കേസ് ഉണ്ടാകില്ല, ഈ രീതിയിലൊക്കെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വെറും 15 വയസ്സ് മാത്രമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്? അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ, ഈ നഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഷാബാസിനെ അടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ അടിയുടെ ആഘാതത്തിലാണ് ഷഹബാസിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് എന്നുള്ളതായിരുന്നു ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയുധം എവിടെ നിന്നാണ് ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഒരു അന്വേഷണം എന്തായാലും വേണം എന്നുള്ളത് തന്നെയാണ് പോലീസ് വകുപ്പെല്ലാം അറിയിച്ചിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ കുടുംബവും നേരത്തെ പറഞ്ഞിരുന്നു ഈ ആയുധം ലഭിച്ചിട്ടുള്ളത് ഒരു പക്ഷെ കുടുംബത്തിലെ മുതിർന്ന ആളുകൾ വഴി ആയിരിക്കാം എന്നുള്ളതാണ്. നേരത്തെ ഒരു ആരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ കുട്ടികളാണ് ഈ 5 പേരിൽ 2-3 പേര് ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് എന്നുള്ളത് നേരത്തെ തന്നെ കുടുംബം ഉന്നയിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലൊരു ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നത്, അതും കൂടുതൽ പേരിലേക്ക്. അതോടൊപ്പം തന്നെ കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ നിരവധി ആളുകൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത് ഈ എളോട്ടി സ്കൂളിലും അതുപോലെ തന്നെ താമരശ്ശേരി സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥികളും, അതോടൊപ്പം തന്നെ പൂനൂര്, അതുപോലെ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തുടങ്ങി 4ഓളം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ ഈ ഒരു അടിപിടി കേസിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ സംശയകരമായ ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിന്റെ സമീപത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു
ആക്രമണം ഈ ഷഹബാസിന് നേരെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കൂടുതൽ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുക. അതോടുകൂടി തന്നെ എത്ര ആളുകൾ ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചക്കൽക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും പുനലൂർ സ്കൂളിലെയും ഈ രണ്ട് സ്കൂളിലെയും വിദ്യാർത്ഥികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്ന ഒരു കാര്യം, ഈ സ്വകാര്യ ട്യൂഷൻ സെന്റർ നടത്തുന്നത് എയ്ഡഡ് അധ്യാപകരാണെങ്കിൽ അതിന് വേണ്ട വിധത്തിലുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷെ ഈ ഒരു കണ്ടെത്തലിൽ, അതായത് അന്വേഷണത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു എയ്ഡഡ് അധ്യാപകൻ നടത്തുന്ന ട്യൂഷൻ സെന്റർ ആണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമ്മൾ ഏവരും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള എയ്ഡഡ് സ്ഥാപനങ്ങളിൽ എന്തിനാണ് ഇത്ര വലിയ രീതിയിൽ ഒരു DJ പാർട്ടി അടക്കം നടത്തേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ എയ്ഡഡ് സ്ഥാപനത്തിലെ അധ്യാപകനെതിരെ ഒരു നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെയും ഈ ഷഹബാസിനെ ആക്രമിച്ച 5 കുട്ടികൾക്കെതിരെയും ഈ സ്കൂളിൽ നിന്നടക്കം നടപടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളെ നാളെയാണ് ഈ SSLC പരീക്ഷകളടക്കം ആരംഭിക്കുക. ഷഹബാസിനോടൊപ്പം തന്നെ ഈ അഞ്ച് കുട്ടികളുടെ, അതായത് ഈ ആക്രമിച്ച 5 കുട്ടികൾക്കൊപ്പം ഇരുന്ന് പരീക്ഷ എഴുതേണ്ടതായിരുന്നു ഷഹബാസ്. പക്ഷേ ഈ പരീക്ഷ എഴുതേണ്ട അതേ ദിവസം തന്നെ ഇത്തരത്തിൽ വലിയൊരു ആക്രമണം ഉണ്ടാവുകയും ഷഹബാസ് ഈ ഒരു പരീക്ഷ എഴുതാൻ ഷഹബാസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്തൊക്കെയായാലും ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി കൂടുതൽ പൂർണ്ണമായിട്ടുള്ള ഒരു പൂർണ്ണരൂപം, പോസ്റ്റ്മോർട്ടത്തിന്റെ പൂർണ്ണരൂപം വന്നതിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. കാളിദാസ്. ശരി അഭിന. താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾക്കും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും വലിയ രീതിയിൽ അന്വേഷണം വ്യാപിപ്പിക്കും. മാത്രമല്ല, ട്യൂഷൻ സെൻറ്റർ നടത്തുന്നത് എയ്ഡഡ് അധ്യാപകനാണെങ്കിൽ നടപടിയെടുക്കും എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പും പറഞ്ഞത്. അത് എയ്ഡഡ് അധ്യാപകൻ നടത്തുന്ന ട്യൂഷൻ സെൻറ്റർ ആണ് എന്നുകൂടി തെളിഞ്ഞിരിക്കുന്നു. ഇനി എത്തരത്തിലാണ് നടപടികൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് കൃത്യമായി നമുക്ക് അറിയേണ്ടത്. അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലും തത്സമയം കാണാം.